يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي أنزل على عبده الكتاب وجعل في قصصه عبرة لأولي الألباب. سبحانه قدر المقادير فلطف ودبر العواقب ليتعظ بها من عرف. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله. فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ മുന്നേറുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിച്ച തോതിൽ തഖ്വ നേടുന്ന ഭാഗ്യവാന്മാരിൽ ഈ പുണ്യമാസത്തിൽ പ്രത്യേകിച്ചും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തഖ്വയുടെയും നന്മകളുടെയും മാസമായി അറിയപ്പെടുന്ന റമദാൻ സർവോപരി ആത്മനിയന്ത്രണത്തിൻ്റെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ഈ പുണ്യമായ മാസം. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്നും പഠിക്കണമെന്നും അതിലെ പാഠങ്ങൾ കൃത്യവും വ്യക്തവുമായ നിലക്ക് പിന്തുടരണമെന്നും നിർദ്ദേശിക്കപ്പെട്ടുകൊണ്ട് ധാരാളം വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മാസം. കഴിഞ്ഞ ഖുതുബയിലൂടെ സൂറത്തുൽ ബഖറയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളായിരുന്നു നമുക്ക് അന്ന് മനസ്സിലാക്കുവാനുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ശ്രേഷ്ഠകരമായ, ഉന്നതമായ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭം കുറിച്ചിട്ടുള്ള മഹനീയമായ സൂറത്ത് യൂസുഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഒരൽപ്പനേരം സംസാരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഈ അധ്യായം അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എടുത്തു പറഞ്ഞുകൊണ്ട് ആരംഭിച്ച അധ്യായം ശുദ്ധമായ അറബി ഭാഷയിൽ ഇതിന് നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്നുകൂടി ചേർത്തു പറഞ്ഞ തുടക്കത്തിൻ്റെ ശേഷം നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ലൊരു കഥ ഞാൻ പറഞ്ഞു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ അധ്യായം ആരംഭിച്ചിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും സൂറത്ത് യൂസുഫ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രണം വിടുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒരു ഇശാ നമസ്കാര വേളയിൽ അദ്ദേഹം സൂറത്ത് യൂസുഫ്
ഓതിയപ്പോൾ മഹാനായ സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും ബാക്കിലുള്ള സഫിൽ നിൽക്കുകയാണ്. അവിടുന്ന് തേങ്ങിക്കരയുന്ന ആ ശബ്ദം എനിക്ക് പോലും കേൾക്കാമായിരുന്നു എന്ന്. ഒരു സുബഹി നമസ്കാരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇതേ അധ്യായം തന്നെ പാരായണം ചെയ്ത് തുടങ്ങി. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന വചനമെത്തിയപ്പോൾ പാരായണം പിന്നീട് പൂർത്തിയാക്കാനാവാതെ ഇടയ്ക്ക് വെച്ച് നിർത്തി റുകൂയിലേക്ക് പോയി എന്നും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നമസ്കരിച്ച മറ്റു സഹാബിമാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായിരിക്കാം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇത്രയേറെ കരയിപ്പിച്ച, അതേപോലെ തന്നെ ഒരുപാട് ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ നമുക്ക് ഈ റമദാനിൽ പകർന്നു തരുന്ന അധ്യാപനങ്ങൾ എന്താണ് സൂറത്ത് യൂസഫിലുള്ളത് എന്ന് വിശദമായി പറയുവാൻ നമുക്ക് സമയമില്ലല്ലോ. ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ മഹാനായ ഒരു പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് താൻ കണ്ട ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറെ മാനസികമായി അടുപ്പമുള്ള തൻ്റെ പിതാവിനോട് ആ സ്വപ്നം തുറന്നു പറയുന്ന ഒരു കഥയോടുകൂടെയാണ് ഈ അധ്യായം ആരംഭിച്ചിട്ടുള്ളത്. യാ ബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലീ സാജിദീൻ. എൻ്റെ പൊന്നു പിതാവേ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്നതാണ് ഞാൻ ആ കണ്ട സ്വപ്നം. പിതാവിനോട് മകൻ്റെ കൃത്യമായ വ്യക്തമായ നിലക്കുള്ള തൻ്റെ സ്വപ്നത്തെക്കുറിച്ചുള്ള തുറന്നു പറയൽ. പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഗുണകാംക്ഷയോടുകൂടെ ഒരു മറുപടിയാണ് പെട്ടെന്നുണ്ടായത്. മോനെ, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. എൻ്റെ കുഞ്ഞുമോനെ, നീ കണ്ട ഈ സ്വപ്നം നിന്റെ ഇക്കാക്കമാരോട്, നിന്റെ സഹോദരങ്ങളോട് നീ ഒരിക്കലും പറഞ്ഞു പോകരുത്. നിനക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുവാൻ അത് നിമിത്തമായി മാറിയേക്കാം. കാരണം ഇന്ന ശൈത്താൻ, തീർച്ചയായും പിശാച് മനുഷ്യന് വ്യക്തമായ ശത്രു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പിതാവ് തൻ്റെ മോനോട് നൽകുന്ന ഏറ്റവും ഗുണകാംക്ഷയോടുകൂടെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത്. അസൂയ എന്ന് പറയുന്ന മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുന്ന ഏറ്റവും മോശപ്പെട്ട ആ ഒരു പാപം ആദം അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ കൃത്യവും വ്യക്തവുമായ നിലക്ക് വിനയം പ്രകടിപ്പിക്കേണ്ടുന്ന ഇബ്ലീസ് അതിന് തയ്യാറാവാതെ അവൻ അഭിശപ്തനാകുവാൻ കാരണമായ അതേ അസുഖം, ആ അസുഖമുണ്ടായി കഴിഞ്ഞാൽ ബാപ്പയെ മറക്കും. അതേപോലെ തന്നെ ബന്ധപ്പെട്ടവരെ, കൂടപ്പിറപ്പുകളെ പോലും എന്തും ചെയ്യാൻ മടിക്കുകയില്ല എന്ന വിധത്തിലുള്ള അതിശക്തമായ ഇടപെടലുകൾ പിശാച് നടത്തുവാൻ കാരണമായി തീരുന്ന മനോരോഗമാണ് അസൂയ എന്ന് അതിലൂടെ പകർന്നു നൽകുകയാണ് യാക്കൂബ് അലൈഹിസ്സലാം പൊന്നുമോനോട്. അതാണല്ലോ സംഭവിച്ചതും. സഹോദരങ്ങൾ പോയി പിതാവിനോട് പറഞ്ഞതെന്താണ്, അല്ലെങ്കിൽ അവർ പരസ്പരം പറഞ്ഞതെന്താണ്? ഇത് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ വനഹ്നു ഉസ്ബഹ്. യൂസുഫിനോടും ഇളയവനായ ബിന്യാമീനോടുമൊക്കെ ബാപ്പാക്ക് എന്താണ് നമ്മേക്കാൾ ഒരു വലിയ ഇഷ്ടം? അത് പറ്റില്ലല്ലോ. നമ്മൾ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ മക്കൾ ഇവിടെ വേറെയുമുണ്ടല്ലോ. എന്താ ബാപ്പ ഇളയവരോട് ഇത്ര വലിയ സ്നേഹം കാണിക്കുന്നത്? അസൂയ മുളപൊട്ടുകയായിരുന്നു. പിന്നെ അവരുടെ മനസ്സിൽ അസൂയ വന്നാൽ പിന്നെ എന്തു ചെയ്യുമെന്നറിയില്ലല്ലോ. എന്തും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ കഥയുടെ പൊരുൾ. അവർ യോഗം കൂടി. ഈ രണ്ടാളെയും കൂട്ടാതെ, ബാപ്പയെയും കൂട്ടാതെ അവർ യോഗം കൂടി. എന്നിട്ടവർ തീരുമാനിച്ചുറപ്പിച്ചു, ഇന്ന അബാനാ ലഫീ ദലാലിൻ മുബീൻ. കടന്നു പറഞ്ഞു, നമ്മുടെ ബാപ്പ വ്യക്തമായ വഴികേടിലാണ്, ബാപ്പയുടെ പോക്ക് ശരിയല്ല. അതുകൊണ്ട് ഇതിന് കാരണക്കാരായവരെ നശിപ്പിച്ചേ പറ്റൂ. ഉഖ്തുലൂ യൂസുഫ, യൂസുഫിനെ നിങ്ങൾ കൊന്നുകളയുക, നിങ്ങൾ യൂസുഫിനെ കൊല്ലുവീൻ. അവിത്രഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. അല്ലെങ്കിൽ
ഇനി നമ്മൾ കാണേണ്ടി വരാത്തൊരു പ്രദേശത്ത് കൊണ്ടുപോയി നമുക്ക് ഒഴിവാക്കി വിടാം. പിന്നെ ശേഷം നമ്മളല്ലേ ഇവിടെയുള്ളൂ. പിന്നെ ജീവിച്ചിരിക്കുന്ന നമ്മോടായിരിക്കും ബാപ്പയുടെ എല്ലാ സ്നേഹപ്രകടനങ്ങളും. ചെയ്യുന്നത് അബദ്ധം തന്നെയാണെന്നൊക്കെ നമുക്ക് പിടിപാടുണ്ട്, ശരിയാണ്. പക്ഷേ പിന്നെ നമുക്കങ്ങ് നല്ലവരായി ജീവിക്കാമല്ലോ. പാഠം ഒന്ന്. തിന്മകൾ ചെയ്യുന്ന പലർക്കും ഒരു വിചാരമുണ്ട്, ഇതൊക്കെ ഇപ്പോഴങ്ങ് ചെയ്തു കളയാം, ഇപ്പോഴല്ലേ പ്രായം അതിനനുവദിക്കൂ, ഇപ്പോഴല്ലേ സമ്പത്തുള്ളൂ, ഇപ്പോഴല്ലേ സൗകര്യമുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് തിന്മകൾ ചെയ്ത് പിന്നെ അങ്ങ് നന്നായി കളയാം. പൈശാചികമായ ചിന്ത മാത്രമാണത്. ആ തൗബക്ക് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവുകയില്ല എന്ന കനത്ത തിരിച്ചറിവ് നമ്മൾ ഇതിലൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കുക, ദുന്യാവിന് വേണ്ടിയാണ് ഇവിടെ കൂടപ്പിറപ്പുകൾ തമ്മിൽ തല്ലുന്നത്. ദുന്യാവിന് വേണ്ടിയാണ് തനിക്ക് ഏറ്റവും കടമപ്പെട്ടവരായ തൻ്റെ ഇളയ അനിയന് ഏറ്റവും കൂടുതൽ കെയർ നൽകേണ്ടുന്ന, സംരക്ഷണം നൽകേണ്ടുന്ന ഈ കാക്കമാർ ക്രൂരമായ പ്രവർത്തനത്തിന് വേണ്ടി മുതിരുന്നത്. ദുന്യാവിലെ കേവലം ചില്ലറ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം. അതാണ് ഇന്നിൻ്റെയും അവസ്ഥ. ഐഹിക ജീവിതത്തിലെ ചില്ലറകൾക്ക് വേണ്ടി ദുന്യാവിൽ ജീവിച്ചാൽ എത്ര കാലമാണ് ഒരു മനുഷ്യന് ആയുസ് കിട്ടുന്നത്? അതിനുവേണ്ടി തൻ്റെ കൂടപ്പിറപ്പുകളെ പോലും വേണ്ടി വന്നാൽ കൊല്ലാനും ഒഴിവാക്കാനും നശിപ്പിക്കുവാനും ചിന്തകൾ ഉണരുന്ന പൈശാചികതയുടെ ലോകത്താണ് മനുഷ്യരുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹനത്തിൻ്റെ മാസമായ ഈ റമദാനിൽ ഏതൊരു മനുഷ്യനും സഹനത്തിൻ്റെതായ 100 കൂട്ടം പാഠങ്ങളാണ് ഈ അധ്യായം പകർന്നു നൽകിയിട്ടുള്ളത്. മഹാനായ ഒരു പിതാവ് യാക്കൂബ് എന്ന പ്രവാചകന്റെയും മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെയും ദീർഘകാലം പിടിച്ചു നിൽക്കുന്ന അവരുടെ മനക്കരുത്ത്, അവരുടെ സെൽഫ് കൺട്രോൾ, അവരുടെ ആത്മനിയന്ത്രണം, അവരുടേതായ ക്ഷമ ഒരു ഭാഗത്തിൽ നിന്ന് ഒരിടത്ത് നിന്ന് അവസാനിച്ചാൽ വീണ്ടും അതിനേക്കാളപ്പുറം മറ്റൊരു പരീക്ഷണത്തിലേക്ക്, ഒരു പരീക്ഷണത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളുടേതായ ഒരുപാട് മേഖലകളിലേക്ക് വന്നു വീഴുമ്പോഴും അവിടെയൊന്നും പതറാതെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇനി എനിക്ക് കരകയറ്റമില്ല എന്ന്. അല്ല, ഈ അധ്യായം ഈ റമദാനിലും നമുക്ക് പകർന്നു നൽകുകയാണ് സഹനത്തിന്റെ പാഠം. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഷഹ്റുസ് സബ്ർ, അത് സഹനത്തിന്റെ മാസമാണ്. ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ് നമ്മൾ. നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, പലപ്പോഴും ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്. എന്നാലും നമ്മൾ സഹിക്കുകയാണ്. ഉന്നതമായ ഒരു നല്ല പര്യവസാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടതിൽ അവസാനിച്ചിട്ടില്ലല്ലോ. പൊട്ടക്കിണറ്റിന്റെ നിഗൂഢതയിൽ നിന്ന് അവസാനം പിന്നീട് കരകയറി രക്ഷപ്പെടുന്നത് എങ്ങോട്ടാണ്? യാതൊരു വിലയുമില്ലാതെ വിൽക്കപ്പെടുന്ന അടിമച്ചന്തയിലേക്കാണ്. ആ അടിമക്കമ്പോളത്തിൽ നിന്ന് പിന്നീട് വിൽക്കപ്പെടുന്നത് കൊട്ടാരത്തിന്റെ മണിമാളികയുടെ ഉള്ളിലേക്കാണെങ്കിലും ആ കൊട്ടാരത്തിൽ വെച്ചുണ്ടായ പ്രലോഭനങ്ങളുടെയും അതേപോലെ തന്നെ 100 കൂട്ടം പരീക്ഷണങ്ങളുടെയും ഒടുവിൽ താൻ ചെയ്യാത്ത അപരാധത്തിന്റെ പേരിൽ കൽത്തുറുങ്കിലടക്കപ്പെടേണ്ടുന്ന ജയിൽവാസിയായി ഒരുപാട് കാലം കഴിയേണ്ടി വരുന്ന പരീക്ഷണം. ആ ജയിൽവാസത്തിൽ നിന്ന് ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ക്ഷമയോടെ സഹനത്തോടെ പിടിച്ചു നിന്ന മഹാനായ പ്രവാചകൻ ഒട്ടക്കിണറ്റിലാണെങ്കിലും അടിമച്ചന്തയിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും ജയിലിലാണെങ്കിലും എവിടെയാണെങ്കിലും തൻ്റെ പ്രബോധന ദൗത്യം മറക്കാതെ തൻ്റെ നാഥനോടുള്ള പ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കലും മനസ്സിനെ പരിചലിപ്പിക്കാതെ വ്യക്തമായ നിലക്കുള്ള തൻ്റെ ബാധ്യതകളോടെ നല്ലൊരു നാളേക്ക് വേണ്ടി ക്ഷമിച്ച് സഹിച്ചു കഴിഞ്ഞുകൂടിയപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പിന്നീട് കാത്തിരുന്നത് അധികാരത്തിന്റെ കസേരയായിരുന്നു. ഭരണച്ചങ്കോല് പിടിക്കുവാൻ, ഒരു രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാകുവാൻ, ഒരു രാജ്യത്തിന്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉന്നതനായ ഒരു നീതിമാനായ ഭരണാധികാരിയാകുവാൻ, അത്യുന്നതമായ പദവിയോടെ ഒരു ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ പദവിയിലേക്ക് പടന്നു കയറുവാൻ മഹാനായ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയെടുത്തത് ഈ സഹനത്തിന്റെ വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ പകർന്നു നൽകി കരുത്ത് പകർന്നതിലൂടെയായിരുന്നു എന്നും കൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പിതാവ്, ആ പിതാവിൻ്റെ ക്ഷമ എത്രത്തോളമായിരിക്കുമെന്ന് മനസ്സിലാക്കണം. മകനെ നഷ്ടപ്പെട്ടപ്പോഴും അതിന് കാരണങ്ങൾ കണ്ടെത്തി സഹോദരങ്ങൾ, തൻ്റെ മറ്റു മക്കൾ കള്ളക്കഥകൾ ചമച്ച് തൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴും
ഒരിക്കലും പതറാതെ മഹാനായ പ്രവാചകൻ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, ഭംഗിയായ നിലക്ക് ക്ഷമിക്കുക തന്നെ, സഹിക്കുക തന്നെ, അതല്ലേ നിവൃത്തിയുള്ളൂ. മോൻ പോയി, എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ജീവിതം അവസാനിപ്പിക്കാനാവില്ലല്ലോ. ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു, നിങ്ങൾ ഈ പറയുന്നതിലൊന്നുമല്ല കാര്യം. അള്ളാഹുവിനോട് ഞാനിതാ എൻ്റെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങൾക്കും അവനോട് സഹായം തേടുകയാണ്. രണ്ടാമത് ബിന്യാമീനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെയും കള്ളക്കഥകളാണ് പിന്നീട് വിനയപ്പെട്ടുണ്ടാക്കിയതെങ്കിലും അവിടെയും ആവർത്തിക്കുന്നത് ഇതേ വചനം തന്നെയായിരുന്നു. ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ, ഞാൻ ഭംഗിയായ നിലക്കിതാ ക്ഷമ കൈക്കൊള്ളുകയാണ്. നഷ്ടപ്പെട്ട ഈ 2 മക്കളെയും ഒന്നടങ്കം എനിക്കല്ലാഹു തിരികെ തന്നേക്കാമല്ലോ. ക്ഷമയാണല്ലോ എല്ലാ വിജയത്തിൻ്റെയും മുന്നോടിയായി കൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സ്വഭാവമെന്ന് അവിടെയും മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കരുത്തോടുകൂടെ പ്രഖ്യാപിച്ചതാണ് നമ്മൾ കാണുന്നത്. നിരാശ എന്നുള്ളതൊരിക്കലും അവിടുത്തെ പിടികൂടിയില്ല. നിരാശ ഒരിക്കലും ഉണ്ടാകരുതെന്ന ഗുണപാഠം ഈ അധ്യായം നമുക്ക് പകർന്നു തരുന്നുണ്ട്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവരുത്. തീർച്ചയായും അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശരാവുക നിഷേധികളായ ജനങ്ങളായിരിക്കും, അവർക്കല്ലാതെ അതിന് മനസ്സ് വരില്ല എന്നാണ്. നോക്കണം, നമ്മൾ ഇത് നമുക്ക് പകർന്നു തരുന്ന ചില സന്ദേശങ്ങളുണ്ട്. റമദാനിൽ ദീർഘമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദീർഘനേര പ്രാർത്ഥനകൾ പല കാര്യങ്ങൾക്ക് നടത്തുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകൾ നിരാശയെ പിടികൂടാറുണ്ട്. ഞാൻ എത്ര കാലമായി, എത്ര റമദാനുകളിലായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എന്തു ചോദിച്ചാലും ഉത്തരം തരാമെന്ന് പറയുന്ന സമയങ്ങളിൽ പോലും ഞാൻ തേടുന്നുണ്ടല്ലോ, എന്നിട്ട് പലപ്പോഴും എൻ്റെ പ്രയാസങ്ങൾ തീരാറില്ല. അത് തീർന്നിട്ടില്ലല്ലോ, ഇപ്പോഴും സങ്കടത്തിലാണല്ലോ, പ്രയാസത്തിലാണല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്നൊക്കെ വിഷമം പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, ഉത്തരം കിട്ടാത്തതിൽ നിരാശ ഒരിക്കലും ഉണ്ടാകരുത്. മഹാനായ പ്രവാചകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. തൻ്റെതായ മകന് നഷ്ടപ്പെട്ട ആ ചരിത്രമുണ്ടായ കഥ കേട്ട നാൾ മുതൽ അന്ന് തുടങ്ങിയതാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ വേദനയും പ്രാർത്ഥനയും ഒക്കെ. 40ഓളം കൊല്ലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് തൻ്റെ മകനുമായി സംഗമിക്കുവാൻ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് സാധിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് ഒരു 4 ദിവസം കിട്ടിയില്ലെങ്കിൽ, 4 ആഴ്ച കൊണ്ടും കിട്ടിയില്ലെങ്കിൽ, 4 മാസം കൊണ്ടും 4 കൊല്ലം കൊണ്ടും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തിന് പ്രാർത്ഥിക്കണമെന്ന് നിരാശരാകുന്നവരെ സൂറത്തു യൂസുഫിലെ ഈ ചരിത്രം കൊണ്ട് പാഠം ഉൾക്കൊള്ളുക. ഒരു ദുആ നിർവഹിച്ച്, അല്ലാ ദുആകൾ നിർവഹിച്ച് 40 കൊല്ലത്തെ ഇടവേള കാത്തിരുന്ന ശേഷമാണ് അവിടുത്തെ ദുആക്ക് ഇജാബത്തുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചോദിച്ചത് നമ്മെപ്പോലെയുള്ള സാധാരണ വ്യക്തിത്വമായിരുന്നില്ല, മഹാനായ പ്രവാചകനായിരുന്നു, യാക്കൂബ് അലൈഹിസ്സലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോലും ഉത്തരം ലഭിക്കുന്ന ആ സംഗമത്തിലേക്ക് എത്തിച്ചേരാൻ 40 വർഷമെടുത്തുവെങ്കിൽ സാധുക്കളായ പാപികളായ നമ്മൾ എന്തിനു നിരാശപ്പെടണം, ഉത്തരം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഓരോന്നിനും റബ്ബിന് ചില ഹിക്മത്തുകളുണ്ട്, റബ്ബിന് ചില തീരുമാനങ്ങളുണ്ട്. അത് അതിൻ്റെ സമയത്ത് അവൻ നടത്തും. അതിൻ്റെ ഖൈർ ശർറുകൾ നമുക്കല്ല അറിയുക, അവനെ അറിയുകയുള്ളൂ. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവാണ് എല്ലാം അറിയുന്നവർ, നിങ്ങളാവട്ടെ ഒന്നും അറിവില്ലാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ ആ പാഠവും സൂറത്ത് യൂസുഫിലൂടെ നമുക്ക് പകർന്നു തരികയാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്ര സങ്കടക്കയത്തിൽപ്പെട്ട് മുങ്ങിക്കഴിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയാണെങ്കിലും റഹ്മാനായ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്ന് അതിശക്തമായ നിലക്ക് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അദ്ദേഹം കരഞ്ഞ് 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 അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടമായി എന്ന് ഖുർആൻ പറയുമ്പോഴും ആ സങ്കടം പങ്കുവെച്ചത് തൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരോടല്ല, ഏതെങ്കിലും മഹാത്മാക്കളോടായിരുന്നില്ല. മറിച്ച് ആ സങ്കടം പങ്കുവെച്ചത് തൻ്റെ നാഥന്റെ മുമ്പിൽ മാത്രമായിരുന്നു. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഈ ആയത്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പൊട്ടിക്കരയിപ്പിച്ചത്.
ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി, എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ മനോദുഃഖവും എൻ്റെ എല്ലാം ഞാനിതാ അള്ളാഹുവിലേക്ക് മാത്രം ആവലാതിപ്പെടുന്നു. അവനോടല്ലാതെ എനിക്ക് ആവലാതിപ്പെടാനില്ല. അവങ്കലേക്ക് മാത്രം ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തുന്നു എന്ന പ്രഖ്യാപനമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്നത്. പരിശുദ്ധ റമദാനിൽ പോലും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജനതക്കിടയിൽ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുന്ന വിശ്വാസികളെ നാം മനസ്സിലാക്കണം, റഹ്മാനായ റബ്ബിനോടല്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് പ്രാർത്ഥിക്കുവാനില്ല എന്ന തിരിച്ചറിവ് ഈ അധ്യായം നമുക്ക് പകർന്നു തരികയാണ്. മാത്രമല്ല, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാപമോചനത്തിന് പ്രതീക്ഷകൾ ഏകുന്ന അധ്യായമാണ് സൂറത്ത് യൂസുഫ്. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്ത സഹോദരങ്ങൾ അവസാനം ബാപ്പയോടും സഹോദരനെ തിരിച്ചറിഞ്ഞ നിമിഷം സഹോദരനോടും അവർ പറയുന്നുണ്ട്, അബദ്ധം പറ്റിപ്പോയി എന്ന്. തൗബ ചെയ്യുന്നൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണം തനിക്ക് അബദ്ധം വന്നു എന്ന ബോധ്യമാണ്. അബദ്ധമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നടക്കുന്നവൻ ഒരു കാലത്തും പാപമോചനത്തേട്ടം നടത്തുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള പാഠം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തിരിച്ചറിഞ്ഞ വേളയിൽ ഈ സഹോദരങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ പാപികളാണെങ്കിലും പൊറുത്തേക്കണം എന്ന അർത്ഥത്തിൽ അവിടെ കുറ്റസമ്മതത്തിൻ്റെതായ പ്രഖ്യാപനമുണ്ട്. ബാപ്പയോടും പറയുന്നുണ്ട്, പിതാവേ ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങൾ തെറ്റുകാരായി പോയല്ലോ, ഞങ്ങൾ അബദ്ധം ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റസമ്മതമുണ്ട്. ആശ്വാസമേകുന്ന മറുപടിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരങ്ങളോട് തിരിച്ചു പറഞ്ഞത്. അതേപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞതും. എല്ലാ അർത്ഥത്തിലും അധികാരം തൻ്റെ കയ്യിലുണ്ടായിട്ടും തൻ്റെ സഹോദരങ്ങളെ വേണ്ട വിധത്തിൽ പ്രതികാരം ചെയ്യുവാനുള്ള കഴിവുണ്ടായിട്ടും പൊറുത്തു കൊടുക്കണമല്ലോ. പൊറുത്തു കൊടുത്താലല്ലേ രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ എനിക്കും പൊറുത്തു കിട്ടുകയുള്ളൂ. ഫൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും നിലക്ക് മോശമായ പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ ഒക്കെ ഉണ്ടായാൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ, മാപ്പാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ ന്യായം എന്താണ്? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? റബ്ബ് നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? പടച്ചവൻ നിങ്ങളോട് പൊറുക്കണമെങ്കിൽ നിങ്ങൾ പടപ്പുകളോടും പൊറുത്തേ പറ്റൂ എന്ന അതിശക്തമായ ഗുണപാഠം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വ്യക്തമായ നിലക്ക് തന്നെ അതിൻ്റെതായ ജീവിക്കുന്ന മാതൃകയായി അവിടെ മാറുകയാണ്. അധികാരം കയ്യിലുള്ള നേരത്ത് പോലും തന്നെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച് നാടുകടത്തിയ സഹോദരങ്ങളെ ഇനി വെച്ചേക്കാൻ പാടില്ല എന്ന പ്രതികാര ബുദ്ധിയൊന്നും അവിടെ കാണുന്നില്ല. മറിച്ച് സൂറത്ത് യൂസുഫിൽ നോക്കൂ, കൃത്യമായ മാപ്പ് നൽകുന്ന വചനം നോക്കൂ. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളുടെ മേൽ ശിക്ഷാ നടപടിയില്ല. ഇക്കാക്കമാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പ്രതികാരമെടുക്കുന്ന ദിവസമല്ല. യഗ്ഫിറുല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റാഹിമീൻ. അവൻ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവരിൽ ഏറെ കാരുണ്യം ചെയ്യുന്ന അർഹമുർ റാഹിമാണ് റബ്ബ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന പ്രഖ്യാപനം, പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിടത്തും മാപ്പ് നൽകുന്ന ഏറ്റവും വലിയ ഉന്നതമായ ഒരു പാഠം അതാർക്ക് പകർന്നു നൽകുവാൻ സാധിക്കുന്നുവോ അവൻ ഈ പുണ്യമാസത്തിലും നമുക്ക് എന്തു കിട്ടും? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മഗ്ഫിറത്ത് കിട്ടും. പുണ്യമാസത്തിൽ ചെയ്യുന്ന അമലുകൾ പോലും അള്ളാഹു പരിഗണിക്കണമെങ്കിൽ ഉറ്റവരോടും ഉടയവരോടും എന്ന് മാത്രമല്ല, ആകുന്നവരോട് പോലും ആർക്കെങ്കിലും ഈർഷ്യതയും പകയുമുള്ള മനസ്സുമായിട്ടാണ് റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ അവന്റെ മഗ്ഫിറത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകില്ല എന്നുള്ള പാഠം കേട്ടിട്ട് പോലും ഈ നിമിഷം വരെയും അകന്നു നിൽക്കുന്നവരുമായി ഒന്ന് ഫോണിൽ വിളിച്ചുകൊണ്ടോ നേർക്കുനേരെ കണ്ടുകൊണ്ടോ ഒന്ന് സലാം പറയാനും കെട്ടിപ്പിടിക്കാനും മനസ്സിന്റെ കറയൊന്ന് നീക്കിക്കളയുവാനും മനസ്സ് വരാത്തത്ര ദുഷിച്ച മനസ്സിന്റെ ഉടമകൾ ഇനിയും ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവർക്ക് ഇനിയും അവസരമുണ്ട് എന്നുകൂടി സൂറത്ത് യൂസുഫിലെ ഈ അധ്യായങ്ങൾ നമുക്ക് പാഠമായി തന്നെ പകർന്നു തരികയാണ്.
അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ റമദാനിലൂടെ നേടിയെടുക്കുന്നത് എന്താണ്? സെൽഫ് കൺട്രോളാണ്, ആത്മനിയന്ത്രണമാണ്. ജീവിതത്തിൽ അരുതാത്തതൊന്നും ഞാൻ ചെയ്യില്ല. അതെനിക്ക് എത്രത്തോളം എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ഹൃദ്യമായ ആഗ്രഹങ്ങളാണെങ്കിലും അവസരങ്ങൾ ഒത്തുവന്നാൽ പോലും എൻ്റെ റബ്ബ് അരുതെന്ന് പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്ന വിശുദ്ധിയുടെ പാഠമാണല്ലോ റമദാനിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഉന്നത സോപാനത്തിലിരിക്കുന്ന കൊട്ടാരത്തിലെ രാജ്ഞിയാണ് തന്നെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഹാത്തി, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് ശയ്യ പങ്കിടാം, കിടപ്പറ പങ്കിടാമെന്ന് വിളിച്ച് സർവ്വവിധത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള രംഗസജ്ജീകരണങ്ങളും നടത്തി കൊട്ടാരത്തിൽ ആർക്കാർക്കും അറിയാത്ത ഏറ്റവും സ്വകാര്യതയുടെ റൂമിലേക്ക് പിടിച്ചു വലിച്ച് വാതിലുകൾ കൊട്ടിയടക്കാൻ തയ്യാറായപ്പോഴും മഹാനായ ആ പ്രവാചകൻ ക്ഷമ പാലിക്കുകയാണ്. ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് സെൽഫ് കൺട്രോൾ നേടിക്കൊണ്ട് ക്ഷമയോടെ കുതിച്ചു പായുകയാണ്. കൊട്ടാര വാതിലുകളും കടന്ന് പുറത്തേക്ക് ഓടുമ്പോഴാണ് പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത്. നിന്നെ ജയിലിലടക്കും, നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയുള്ള ഭീഷണി രാജ്ഞിയുടെ ഭാഗത്ത് നിന്ന് വരെ ഓർഡർ എന്ന രൂപത്തിൽ വന്നപ്പോഴും അവിടെയും ആത്മനിയന്ത്രണം കൈവിടാതെ തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. എൻ്റെ റബ്ബേ, അവരെന്നെ ക്ഷണിക്കുന്ന ആ ചീത്തയായ പ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത കാരാഗൃഹത്തിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടലാണ്. എനിക്ക് ജയിലാണ് ഇതിനേക്കാണൊക്കെ ഏറ്റവും ഇഷ്ടമെന്ന്. അതുകൊണ്ട് റബ്ബേ, എൻ്റെ മനസ്സിന് പതർച്ചയുണ്ടാകരുതേ. നീ എങ്ങാനും ഒരൽപ്പം സഹനക്കുറവ് എനിക്ക് തന്നാൽ ഞാൻ അവരിലേക്ക് ചാഞ്ഞുപോയി ഏറ്റവും പടുജാഹിലായി മാറും. നീ എന്നെ കാത്തുകൊള്ളണേ എന്ന മനമുരുകിയുള്ള തേട്ടമാണ് മഹാനായ പ്രവാചകനെ ജയിലിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മനിയന്ത്രണത്തിൻ്റെ നാളുകളാണ്. ഇഷ്ടപ്പെട്ട പലതും നമ്മുടെ മുമ്പിൽ നിറഞ്ഞാടുകയാണ്. അരുത് കണ്ണേ മടങ്ങുക, അരുത് കാതേ കേൾക്കരുത്, പറയരുത്, ചെയ്യരുത്, തിന്നരുത്, കുടിക്കരുത്, സുഖിക്കരുത്. ഇതൊക്കെ എൻ്റെ റബ്ബിപ്പോൾ അനുവദിക്കപ്പെടാത്ത നേരമാണ്, കാലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എല്ലാം കാണുന്നു, കേൾക്കുന്നു എന്ന ബോധത്തോടെ ആത്മനിയന്ത്രണം പാലിക്കുന്ന ഈ മാസത്തിൽ ഈ വിശുദ്ധമായ അധ്യായം ധാരാളക്കണക്കിന് പാഠങ്ങളാണ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ചിന്തിക്കുക. അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളെയും വിമലീകരിക്കുവാനുള്ള കരുത്ത് നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ അള്ളാഹു പുറത്തു തന്ന് നമ്മെ എല്ലാം ശുദ്ധീകരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിയ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് യൂസുഫിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുള്ള ചില ഉള്ളടക്കങ്ങൾ, ചില പാഠങ്ങളിലൂടെയുള്ള ഒരു ചെറിയ യാത്ര. ചിന്തിക്കുവാനും പഠിക്കുവാനും വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നവർ മാത്രമാണ് നിങ്ങളിലെ ഉന്നതന്മാർ എന്നാവർത്തിച്ചു പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളതിന് യോഗ്യരാണോ അർഹരാണോ എന്ന് പലവട്ടം ചിന്തിക്കണം. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, നിങ്ങളിലേറെ പണമുള്ളവനെന്നോ സൗന്ദര്യമുള്ളവനെന്നോ അധികാരമുള്ളവനെന്നോ സ്വാധീനമുള്ളവനെന്നോ അല്ല അള്ളാഹുവിൻ്റെ റസൂല് റബ്ബിൻ്റെ പ്രത്യേക വഹയോടുകൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. മറിച്ച് നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ആര് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അൽ മാഹിറു ബിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. അത്യുന്നതരായ പുണ്യവാന്മാരായ ഉദാരന്മാരായ മാന്യന്മാരായ മലായിക്കത്തുകളുടെ കൂടെയാണ് പരിശുദ്ധ ഖുർആൻ നല്ല വൈദഗ്ധ്യത്തോടുകൂടി പാരായണം ചെയ്യുന്ന മനുഷ്യനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാലം നമ്മൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തു? എത്ര കാലമായി പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറ ഓതുന്നു? എത്ര കാലമായി വിവിധ അധ്യായങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നു? ചരിത്രങ്ങളും കഥകളുമൊക്കെ കേവലം കേട്ട് ആസ്വദിക്കുവാനും
കേട്ടതിൻ്റെ ശേഷം പിന്നെ ഓർമ്മകളുടെ കയത്തിലേക്ക് തള്ളിവിടാനുമുള്ളതല്ല, മറിച്ചത് തൻ്റെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ കനത്ത പാഠങ്ങളിലൂടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനുള്ളതാണ് ഓരോ കഥകളും ഖുർആൻ പറയുന്നത്. സൂറത്ത് യൂസുഫ് അവസാനിപ്പിക്കുന്ന വചനം തന്നെ അതാണ് നമ്മോട് പറയുന്നത്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. മഹാന്മാരായ അമ്പിയാക്കളുടെ കഥകളിലൊക്കെ ജനങ്ങളെ, ബുദ്ധിയുള്ള നിങ്ങൾക്ക് കനത്ത പാഠങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. മകാന ഹദീസൻ യുഫ്തറ. ഇതൊന്നും കറ്റുകെട്ടി ഉണ്ടാക്കി പറയുന്ന മാമക്കഥകളല്ല, മുത്തശ്ശി കഥകളല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ശൈഇൻ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ആവശ്യമായ നിലക്കുള്ള വിവരണങ്ങളാണ്. വഹുദൻ, ഇത് സന്മാർഗത്തിന്റെ പാഠങ്ങളാണ്. വറഹ്മതൻ, ഇത് അനുഗ്രഹത്തിന്റെ പാഠങ്ങളാണ്. ഇത് മുഴുവൻ കാരുണ്യമാണ്. ആർക്ക്? പക്ഷേ അവിടെ അടിവരയിടുക, എന്നിട്ട് നമ്മൾ അതിലുണ്ടോ എന്ന് ചിന്തിക്കുക. ലിഖൗമി യുഅ്മിനൂൻ. സൂറത്ത് യൂസുഫ് അവസാനിച്ചു. ലിഖൗമി യുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾക്ക് ഇതൊക്കെ പ്രയോജനപ്പെടും. മുഅ്മിനീങ്ങൾക്ക് ഇത് ഹുദയാണ്. മുഅ്മിനീങ്ങൾക്ക് ഇതിൽ പാഠങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾക്ക് ഇതിൽ റഹ്മത്തുണ്ട്. നമ്മൾ അതിൽ പെടുമോ എന്ന് ഗൗരവത്തോടുകൂടെ ആലോചിക്കാൻ ഈ വിശുദ്ധ മാസത്തിലെ ഈ 2-ാം വെള്ളിയാഴ്ചയിലും നമുക്ക് ആയുസ് നൽകി അനുഗ്രഹിച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ ആലോചിക്കുക, പഠിക്കുക, ചിന്തിക്കുക. ഖുർആനിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളായി മാറാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ത്യാഗപൂർണമായ ശ്രമങ്ങൾ നടത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا تقبل منا صلاتنا وصيامنا وقيامنا وتخشعنا وتضرعنا وتمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم والحمد لله رب العالمين.